ഹലോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു പിടി മഞ്ചുമായിട്ട് നമ്മളെ കാണാൻ ഓടി വരുന്ന ഒരു മനുഷ്യനെയെങ്കിലും ഈ ജീവിതയാത്രയിൽ സമ്പാദിച്ചു വെച്ചേക്കണം. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചു വെച്ചൊരു മനുഷ്യനാണ് കേട്ടോ ദാണ്ടേ ഈ ഇരിക്കുന്ന മുതൽ. ഞങ്ങളുടെയൊക്കെ സ്വന്തം മനൂസി ബാബു ചങ്ങനാശ്ശേരി NSS കോളേജിലെ ഡിഗ്രി പഠനകാലത്ത് കൂടെ കൂടിയ മുതലാണ് കേട്ടോ. അന്ന് തൊട്ട് ഇന്നോളം ഏകദേശം ഒരു 11 വർഷക്കാലമായിട്ട് എൻ്റെ ജീവിതത്തിലുള്ള ഒരു നിലാവെളിച്ചം അങ്ങനെ തന്നെ പറയാം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ച പല മനുഷ്യരും ഇന്ന് എൻ്റെ കൂടെ ഇല്ല കേട്ടോ. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇവരെ പോലെയുള്ള ചില മനുഷ്യർ എൻ്റെ കൂടെ ഉണ്ട് താനും. അതാണല്ലേ ഈ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ തമ്മിലേ അങ്ങനെ ഒരു ഡെയിലി ഫോൺ വിളിയോ സംസാരങ്ങളോ മെസ്സേജ് അയപ്പോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പക്ഷേ 2 വർഷം കഴിഞ്ഞ് ഫോൺ വിളിക്കുമ്പോൾ പോലും ഇന്നലെ എന്ന പോലെ തുടങ്ങാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. എവിടെ തുടങ്ങിയോ അവിടേക്ക് തിരിച്ചു വരാനും എവിടെ തീർത്തുവോ അവിടേക്ക് കടന്നു വരാനുമൊക്കെ ഞങ്ങൾക്ക് സാധിക്കാറുമുണ്ട്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ചില മനുഷ്യന്മാരുണ്ടാവും ഇല്ലേ? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിലനിന്ന് പോരുന്ന ചിലർ, നമ്മളുടെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും കിനാക്കളും കണ്ണീരും ഒക്കെ അറിയുന്ന മനുഷ്യർ, നമ്മൾ ഒട്ടും ജഡ്ജ് ചെയ്യപ്പെടില്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുള്ള ഈ ഇടങ്ങളും ഈ മനുഷ്യരും തന്നെയാണ് നമ്മളുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെയൊരു സുഹൃത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ ഇവിടെ അയാളെ ഓർക്കണം കേട്ടോ. അല്ലല്ല, ജോൺസൺ മാഷിന്റെ പാട്ടല്ല, മഴ, കട്ടൻ ചായ, മനൂസി ബാബുവിന്റെ പാട്ട്. എടാ മനൂസി ബാബു മാനസികാപ്പനൊന്നും അല്ല, ഓടർക്കാം. അപ്പോഴേ ഈ മഴ, കട്ടൻ, ജോൺസൺ മാഷിൻ്റെ പാട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഈ പാട്ട് പാടാൻ കഴിവുള്ള മനുഷ്യർ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് പാടാനും പടം വരയ്ക്കാനും കഴിവുള്ളവരെ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ 2 സാധനങ്ങളും ഒടയതമ്പുരാൻ അനുഗ്രഹിച്ചു കൊടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പാട്ട് പാടിത്തരുന്നൊരു സുഹൃത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ മെൻഷൻ ചെയ്യണം കേട്ടോ. കാരണം ജീവിതത്തിൽ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഒക്കെ പാട്ട് കേൾക്കുന്ന സ്വഭാവം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സുഹൃത്തുക്കൾ നമ്മൾക്കും ഒരു അനുഗ്രഹം തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അവർ പാട്ട് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പോലെ നമ്മളുടെ ജീവിതം അവരെ കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ പാട്ട് പാടുന്ന സുഹൃത്തും അതേപോലെ കേട്ടിരിക്കുന്ന സുഹൃത്തുമൊക്കെ ഒരാൾ തന്നെയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കിത് അയച്ചു കൊടുത്തിട്ട് അവരോട് പറയണം, നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ എന്ന്. കാരണം നിന്നെപ്പോലെ ഇതിനു മുമ്പോ അല്ലെങ്കിൽ ഇനിയുമോ ഒരാളും ഉണ്ടാവാൻ പോകുന്നുമില്ല, ഇനിയൊട്ടും ഉണ്ടാവുകയുമില്ല. കാരണം നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ, നീ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ച് ഒരടിപൊളിച്ചിരിക്കുന്ന സ്മൈലി അയച്ചേക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.